ഹലോ എടാ നമ്മൾ ഈ എക്സാമിന്റെ സമയത്ത് നമ്മൾ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കാന്ന് വെച്ചാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഒരുപാട് പഠിക്കാനുണ്ട്. എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണടാ, നമ്മുടെ ഏഗണിന്റെ ബയോളജി ടീം ഒരുപാട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് ചെല്ലരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സമയം ഞാൻ കളയുന്നില്ലടാ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കേടാ, എന്താണ് ചോദ്യം? പ്ലാസന്റ ഓൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്. ഏതൊക്കെയാണ്? നെയിം എനി 2 പ്ലാസന്റൽ ഹോർമോൺസ്. 2 പ്ലാസന്റൽ ഹോർമോൺസിന്റെ പേരാണ് അവർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഹോർമോണിന്റെ പേര് നമുക്ക് HCG പറയാം, ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ. അടുത്തത് നമുക്ക് ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടജൻ പറയാം. ഇനി റിലാക്സിനും ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ ഒക്കെ ഉണ്ട്. നമുക്ക് 2 പ്ലാസന്റൽ ഹോർമോൺസിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ HCGയും HPLഉം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? റൈറ്റ് ടു ഫംഗ്ഷൻ ഓഫ് പ്ലാസന്റ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ. അപ്പൊ പ്ലാസന്റിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ഈ പ്ലാസന്റ് വഴിയല്ലേ ഉള്ളിൽ വളരുന്ന എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻസും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി എംബ്രിയോ. എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻസും ന്യൂട്രിയൻസും കൊടുക്കുന്നുണ്ട്. ഇനിയോ ആ എംബ്രിയോയില് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഉണ്ടല്ലേ, വേസ്റ്റ്, ഹാംഫുൾ സബ്സ്റ്റൻസ് വേസ്റ്റ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ എലിമിനേഷനും ആര് സഹായിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഹാംഫുൾ വേസ്റ്റസ് ഒക്കെ കളയാനും ഈ പ്ലാസന്റ സഹായിക്കുന്നുണ്ട്. അപ്പം എൻഡോക്രൈൻ ഫങ്ഷൻസ് അല്ലാത്ത 2 ഫങ്ഷൻസ് ചോദിച്ചാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? എന്താണ് ഇത്? നമുക്കറിയാം, നമ്മൾ ഈ ഗ്രാഫ് മെൻസ്ട്രുവൽ സൈക്കിളിൽ പഠിച്ചിട്ടില്ലേ അല്ലെ? പീക്കിലെത്തുന്ന ഹോർമോൺ ഏതാണ് നമ്മൾ പഠിച്ചത്? LH എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ LH. അതുപോലെ ഇത് നമ്മൾ FSH ആയിട്ടും പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണടാ ഇവിടുത്തെ ക്വസ്റ്റ്യൻ? The graph shown below shows the level of LH and FSH at a various stage of menstrual cycle. Name the source of LH and FSH. LH luteinizing hormone ആണ്, FSH follicular stimulating hormone ആണ്. ഇതിന്റെ സോഴ്സ് എവിടുന്ന? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ അല്ലേ, ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അതിന്റെ സോഴ്സ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നാ പറയാ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ലെവൽ ഓഫ് LH ഈസ് മാക്സിമം ഡ്യൂറിംഗ് ദ മിഡിൽ ഡേ ഓഫ് സൈക്കിൾ അല്ലേ. 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? മെൻഷൻ ഇറ്റ്സ് ഇഫക്റ്റ്. അത് നടക്കാൻ കാരണം LH പീക്കിൽ പോകുന്നത് കൊണ്ടല്ലേ. ആ ഇഫക്റ്റിനെ നമ്മൾ LH സർജ് എന്നാ പറയുക കേട്ടോ. എന്താ പറയാ? LH സർജ്, LH സർജ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് LH ഇൻ മെയിൽ. LH മെയിലുള്ള ഫംഗ്ഷൻ എന്താ? ലൂട്ടനൈസിങ് ഹോർമോൺ അല്ലേ. അപ്പൊ LHന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ L അല്ലേ. അപ്പൊ അവര് ഏത് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സെല്ലായിട്ടുള്ള ലേഡിക് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. L. അപ്പൊ ലേഡിക് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ അവർ ആരെ സെക്രീറ്റ് ചെയ്യും? ആൻഡ്രജൻ ഹോർമോണെ സെക്രീറ്റ് ചെയ്യും. ഏതാണ് ആൻഡ്രജൻ ഹോർമോൺ? ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. സെറ്റ് അല്ലേടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Infertility cases are increasing nowadays. These couples should be assisted to have children through certain special techniques which are commonly known as assisted reproductive technique. നമ്മളെ reproductive health ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. What is the expansion of art? ആർട്ടിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. It is assisted reproductive technique എന്നാ പറയട്ടെ. എന്താ ആർട്ടിന്റെ ഫുൾ ഫോം? assisted reproductive technique. Name any 2 methods in art. ആർട്ടിലുള്ള 2 മെത്തേഡ്സ് ഏതൊക്കെയാണ്? അത് 2 ഫെർട്ടിലൈസേഷൻ മെത്തേഡ്സ് നമ്മൾ പറയാറുണ്ട്, ഇൻ വിട്രോ ആൻഡ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയൂലേ? പുറത്ത് ലബോറട്ടറിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ അത് ഇൻവിട്രോ ആണ്. ഇനി അമ്മന്റെ ഗർഭപാത്രം അല്ലെ, അമ്മന്റെ അതായത് ആ മദറിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിന് ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയാ. ഇൻവിട്രോക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാലോ, സിഫ്റ്റും അതുപോലെ IUT ഒക്കെ ഉണ്ട്. ഇൻവൈവോക്കോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പറയാൻ പറ്റും, അതുപോലെ ഗിഫ്റ്റ് ഒക്കെ പറയാൻ പറ്റും, അമ്മക്കൊരു സമ്മാനം. ശരിയല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് തന്നെയാണ്. ഡയഗ്രാം ഷോൺ ബിലോ ഇസ് എ സർജിക്കൽ മെത്തേഡ് യൂസ് ഫോർ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. വിച്ച് സർജിക്കൽ മെത്തേഡ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം? ഇത് ഏതാണ്? ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നതല്ലേ. കട്ടിങ്ങിന് നമ്മൾ മെഡിക്കലി സർജിക്കലി എക്ടമി എന്നാ വിളിക്കുക. അപ്പൊ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? ആ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ആ സർജിക്കൽ മെത്തേഡ് നമ്മൾ എന്താ വിളിക്കുക?
അല്ലേ? ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ട്യൂബക്ടമി, എക്ടമി, കട്ടിങ്, ട്യൂബക്ടമി. മെയിലാണെങ്കിലോ വാസ ഡെഫറൻസ്, വാസക്ടമി എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? വാട്ട് ഈസ് എ സർജിക്കൽ മെത്തേഡ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ കോൾ? മെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നമ്മൾ വാസ ഡെഫറൻസ് അല്ലേ കട്ട് ചെയ്യുക, എന്നിട്ട് ടൈ ചെയ്ത് വെക്കാറുണ്ടല്ലേ? കട്ടിങ് എക്ടമി ആണ്, വാസ ഡെഫറൻസ് കട്ട് ചെയ്യുന്നു, വാസക്ടമി. അപ്പൊ മെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമുക്ക് എന്ന് പറയാൻ പറ്റും അല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? മെൻഷൻ എനി 2 കോപ്പർ റിലീസിംഗ് IUD യൂസ് ടു പ്രിവെന്റ് കൺസെപ്ഷൻ. 2 കോപ്പർ റിലീസിംഗ് IUD എക്സാമ്പിൾ പറയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോപ്പർ T പറയാം, അതുപോലെ കോപ്പർ 7 പറയാം, അതുപോലെ മൾട്ടിലോഡ് 375 ഒക്കെ ഉണ്ട്. ഈ കോപ്പർ അയോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേമിന്റെ മോട്ടിലിറ്റി ഒക്കെ തടയും, ശരിയല്ലേ? അപ്പൊ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ നമ്മൾ IUDs പഠിച്ചിട്ടുണ്ട്. എന്താണ് IUDന്റെ ഫുൾ ഫോം എക്സാമിന് ചോദിക്കലുണ്ട്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഓക്കെ അല്ലേടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ പാത്തജൻ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോസറ്റീവ് പാത്തജൻ ഡിസീസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സർട്ടൻ കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് എമംഗ് ദ എൻലിസ്റ്റഡ്. ഇതിൽ ഏതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസ്? കോമൺ കോൾഡ് വൈറസ് ആണ്, റൈനോ വൈറസ്. മലേറിയ പ്രോട്ടോസോവയാണ് അല്ലേ? പ്ലാസ്മോഡിയം മെമ്പർ ഓഫ് പാർലമെന്റ് MP. അമീബിയാസിസ് പ്രോട്ടോസോവയാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ടൈഫോയിഡ് ഫീവർ ബാക്ടീരിയൽ ആണ്, അതുകൊണ്ട് നമുക്ക് എന്റെ ആൻസർ ടൈഫോയിഡ് ഫീവർ പറയാം. ഏത് ബാക്ടീരിയ എന്നറിയോ? സാൽമൊനെല്ല ടൈഫി. അടുത്ത് ഫൈലേറിയാസിസ് അല്ലേ? അത് മന്ദരോഗമാണ്. ഹെൽമിന്തിക് ഇൻഫെക്ഷൻ ആണ്, അതുകൊണ്ട് അത് ബാക്ടീരിയ അല്ല, ഒറ്റൊന്നേ ബാക്ടീരിയ ഉള്ളൂ. നെയിം ഇറ്റ്സ് കോസറ്റീവ് ഓർഗാനിസം. ടൈഫോയിഡ് ഫീവറിന്റെ കോസറ്റീവ് ഓർഗാനിസത്തിന്റെ പേരെന്താ? സാൽമൊനെല്ല ടൈഫി. ചിലപ്പം എക്സാമിന് ചോദിക്കാറുണ്ട് ടൈഫോയിഡ് ഫീവറിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ പേരെന്താണ്? വൈഡാൽ ടെസ്റ്റ് എന്നാ പറയട്ടോ. ടൈഫോയിഡ് ഫീവറിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇവിടെ ചോദിച്ചിട്ടില്ല, അഥവാ ചോദിച്ചാൽ വൈഡാൽ ടെസ്റ്റ് എന്നാണ് പറയാ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? മെൻഷൻ എനി 2 സിംപ്റ്റം ഓഫ് ഇറ്റ്. ടൈഫോയിഡ് ഫീവർ എന്ന് പറയുമ്പോഴേ പനിയല്ലേടാ, സാധാ പനിയാണോ? എല്ലാ കൂടിയ പനിയാണ്, ഏനി കയറുന്നത് പോലെ ഹൈ ഗ്രേഡ് ഫീവർ, സ്റ്റെപ്പ് ലാഡർ, റൈസിംഗ് ഫീവർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമടാ കൂടിയ പനിയാണ്, ഹൈ ഗ്രേഡ് ഫീവർ. പിന്നെ അടുത്തൊരു സിംപ്റ്റം ആണ് മലബന്ധം അല്ലെ? എത്ര ശ്രമിച്ചാലും പോവാത്തൊരവസ്ഥ, അതിന് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാ. എന്ത് ബന്ധം എന്നാ പറയാ? മലബന്ധം എന്നാണ് പറയാ, കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാ. അപ്പൊ സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അതുപോലെ ഈ ഒരു ഡയഗ്രാം നമ്മൾ അധിക ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു വൈ ഷേപ്ഡ് മോളിക്യൂൾ അല്ലേ? നമ്മളെ ബി ലിംഫോസൈറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു വൈ ഷേപ്ഡ് മോളിക്യൂൾ അല്ലേ ഇത്? നിങ്ങൾ നോക്കിക്കേടാ. ഐഡന്റിഫൈ ദ മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ഗിവൺ ഇൻ ദ ഫിഗർ. ഏതാണിത്? ഇത് നമ്മുടെ ആന്റിബോഡിയാണ്. ആന്റിബോഡിന്റെ സ്ട്രക്ചർ ആണ്, ഒരു വൈ ഷേപ്ഡ് മോളിക്യൂൾ ആണ് അല്ലേ? ഇനിയോ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി? ഇവിടെയാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യുക. അപ്പൊ ഇത് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്, ഇത് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. എന്താണ് ബി? ഇത് ചെറിയ ചെയിൻ ആണ്, ചെറിയ ചെയിൻ ലൈറ്റ് ചെയിൻ എന്നാ വിളിക്കുക. ഇത് വലിയ ചെയിൻ ആണ്, വലിയ ചെയിൻ ഹെവി ചെയിൻ എന്നാ വിളിക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടടാ. എ എന്താണ്, ബി എന്താണ്, സി എന്താണ്? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ബി എന്ന് വെച്ചാൽ കുഞ്ഞു ചെയിൻ ആണ്, അതുകൊണ്ട് ഷോർട്ട് ചെയിൻ അല്ലേ, ലൈറ്റ് ചെയിൻ എന്നാ വിളിക്കുക. ലൈറ്റ് ചെയിൻ, ലൈറ്റ് ചെയിൻ. സി എന്ന് വെച്ചാൽ വലിയ ചെയിൻ അല്ലേ, വലിയ ചെയിൻ അല്ലേ? ആ വലിയ ചെയിനെ നമ്മൾ ഹെവി ചെയിൻ എന്നാണ് പറയുക. എന്താ പറയാ? ഹെവി ചെയിൻ. അപ്പൊ 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും നമുക്ക് ആന്റിബോഡിന്റെ സ്ട്രക്ചറിലുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഏരിയന്ന് ഈ ചെയിനെ ലിങ്ക് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ഡൈസൾഫൈഡ് ബോണ്ട് എന്നാ പറയാ. എന്ത് സൾഫൈഡ് ബോണ്ട് എന്നാ പറയാ? ഇവർക്കിടയിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട് എന്നാണ് പറയാ. ആ കാര്യം കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കിക്കേടാ. നമ്മളെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിൽ 3 പോയിന്റ് അറിയാതെ നിങ്ങൾ എക്സാമിന് പോവണ്ടടാ. ഏതാണ് ആ 3 പോയിന്റ്? അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം ബയോ ആക്റ്റീവ് മോളിക്യൂൾ, അതായത് മരുന്നുകളാണ് അല്ലെ, ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയെടുക്കുന്ന. their sources and their medical importance are given in the table below. fill up the missing part. മിസ്സിംഗ് പാർട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പം സ്ട്രെപ്റ്റോകോക്കസ് ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ രക്തത്തിനെ കട്ടയൊക്കെ അലിയിപ്പിക്കുന്നത് അത് ഏത് ബയോ ആക്റ്റീവ് മോളിക്യൂൾ? അത് ശരിക്കും ഒരു എൻസൈം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ പേരാണ്, അത് ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആയിട്ടും എൻസൈമുമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എൻസൈം ആകുമ്പോൾ അവസാനം എയ്സ് എന്ന് വരണം. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകൈനേസ്. ഇറ്റ് ആക്ട് ആസ് ആൻ ക്ലോട്ട് ബസ്റ്റർ അല്ലെ, രക്തത്തിനെ കട്ട അലിയിപ്പിക്കുന്നു. അപ്പം ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് സൈക്ലോസ്പോറിൻ എ. അത് ഏത് മൈക്രോബിനെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്? സ്പോർ എന്നില്ലേ? അപ്പൊ സ്പോർ ആ മൈക്രോബിലും ഉണ്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം, ട്രൈക്കോഡെർമ പോളിസ്പോറം. സ്പോർ. എന്താണ് ഇവരെ ഫംഗ്ഷൻ?
ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എടാ പുറത്തുനിന്ന് ആര് വന്നാലും നമ്മുടെ ശരീരം എതിർക്കൂലേ? അപ്പൊ നമ്മളൊരു കിഡ്നിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളെ ശരീരം അതിനെ എതിർക്കും. അപ്പൊ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ? ആ എതിർപ്പിനെ ഇല്ലാതാക്കാൻ, ആ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യണം. അതിനാണ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ടുള്ള സൈക്ലോസ്പോറിൻ എ കൊടുക്കുക. അത് ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് മൈക്രോബ് വെച്ചിട്ടാണ്? ട്രൈക്കോഡെർമ പോളിസ്പോറും. അടുത്തത് മൊണാസ്കസ് പെർപ്യൂരിയസ് വെച്ചിട്ട് ഏത് ബയോആക്റ്റീവ് മോളിക്യൂളാണ്? അത് നമ്മളെ സ്റ്റാറ്റിൻ ആണ്. സ്റ്റാറ്റിൻ നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോൾ ഫോർമേഷനെ സഹായിക്കുന്ന എൻസൈമിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ് സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസും സൈക്ലോസ്പോറിൻ എയും സ്റ്റാറ്റിനും. ഈ 3 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും മൈക്രോബ്സ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. കേട്ടോടാ? സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? എന്താണ് നമ്മളെ ബയോഡൈവേഴ്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. Observe the concept diagram of Evil quartet of biodiversity loss. Write A and B. നമ്മൾക്കറിയാം നമ്മളെ ബയോഡൈവേഴ്സിറ്റി ആവാസ വ്യവസ്ഥയ്ക്കുള്ള ആ നഷ്ടത്തിന് 4 കാരണങ്ങളുണ്ട്. എവിൽ ക്വാർട്ടറ്റ് എന്നല്ലേ വിളിച്ചത്? ഒന്ന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലേ, പിന്നെ കോ എക്സ്റ്റൻഷൻ ആണ് അല്ലേ. അടുത്തത് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നിങ്ങൾ നോക്കി എയും ബിയും. അടുത്തത് നമുക്ക് പറയാൻ പറ്റും. എ എന്താണ്, ബി എന്താണ്? ഒന്ന് നമ്മളെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആണ് അല്ലേ. അടുത്തത് ഡീഫോറസ്റ്റേഷൻ, ദാറ്റ് ഈസ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ എക്സാമിന് മക്കളെ നിങ്ങൾക്ക് എവിൽ ക്വാർട്ടറ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ 4 എണ്ണം എഴുതണം. ഏതൊക്കെയാ 4 എണ്ണം? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റൻഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അവർ ചോദിച്ചിരിക്കുന്നു എന്താണ് കോ എക്സ്റ്റൻഷൻ? എന്താണ് കോ എക്സ്റ്റൻഷൻ? എൻ്റെ തലയിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, ഞാൻ ചത്തുപോയി. അപ്പം എൻ്റെ തലയിൽ താമസിക്കുന്ന ആൾക്ക് പിന്നെ താമസിക്കാൻ ഒരു ഇടമുണ്ടോ? അപ്പോൾ അയാളും ചത്തുപോലെ. ഒരാൾ മരിക്കുന്നതിന് ഭാഗമായിട്ട് മറ്റാൾ ഇല്ലാതാവുക. അതെ, ദാറ്റ് ഈസ് എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ സ്പീഷീസ് റിലേറ്റഡ് ടു അനദർ. എക്സ്റ്റിങ്ക്റ്റ് ഓഫ് വൺ സ്പീഷീസ് റിലേറ്റഡ് ടു അനദർ. ഒരാൾ മരണപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരാൾ എക്സ്റ്റിൻറ്റ് ആവുക, ഇല്ലാതാവുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റാൾ ഇല്ലാതാവുക. പ്ലാന്റ് പോളിനേറ്റർ എക്സാമ്പിൾ പറയാൻ പറ്റും. ചില പാരസൈറ്റ്സ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. ശരിയല്ലേടാ? സിമ്പിൾ അല്ലേടാ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ബോർഡ് എക്സാമിന് തന്നെ 3 തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ബയോഡൈവേഴ്സിറ്റി ടേം ആരാണ് പോപ്പുലറൈസ് ചെയ്ത സയന്റിസ്റ്റ്? കോയിൻ ചെയ്തതല്ല, എല്ലാവർക്കിടയിലും ഫെമിലർ ആക്കിയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റണം. ആരാണ് പോപ്പുലറൈസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര്? എഡ്വാർഡ് വിൽസൺ എന്നാണ് പറയട്ടോ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? എഡ്വാർഡ് വിൽസൺ ആണ്. എഡ്വാർഡ് വിൽസൺ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി ആവാസ വ്യവസ്ഥക്ക് 3 ലെവൽ ഉണ്ട് കേട്ടോ. എത്ര ലെവൽ ഉണ്ട്? 3 ലെവൽ ഉണ്ട്. ഒന്ന് ജനറ്റിക് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അടുത്തത് സ്പീഷീസ് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അടുത്തത് ഇക്കോളജിക്കൽ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ ജനറ്റിക് ലെവലുണ്ട്, സ്പീഷീസ് ലെവലുണ്ട്, അതുപോലെ എക്കോളജിക്കൽ ലെവലും ഇല്ലേ. ഈ 3 ലെവലാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ പറയാൻ പറ്റുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഇൻസിറ്റു എക്സിറ്റു തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരുടെ എക്സാമ്പിൾ ആണ് എപ്പോഴും നമുക്ക് എക്സാമിന് അധികം ചോദിക്കാറ്. ഇൻസിറ്റു എന്ന് വെച്ചാൽ ഓൺ സൈറ്റ് ആണ്, എക്സിറ്റു എന്ന് വെച്ചാൽ ഓഫ് സൈറ്റ് ആണ്. എന്താ ഇൻസിറ്റു കൺസർവേഷൻ? ആ മൃഗങ്ങളോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ അവരെ ആ ഒരു ലൊക്കാലിറ്റി തന്നെ ജീവിച്ചോട്ടെ. നമ്മളെ സംരക്ഷണത്തിലാണോ എന്ന് ചോദിച്ചാലാണ്. ഒരുപാട് ഏരിയയിൽ നമ്മൾ അവരെ സംരക്ഷിക്കുന്നു, പുറത്തുനിന്ന് ആൾക്കാരെ അവിടേക്ക് കടത്തിവിടാൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നുള്ളൂ. അവരെ ഭക്ഷണം കാര്യമൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസിറ്റു കൺസർവേഷൻ. അങ്ങനെയുള്ള ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. അതിലാണ് നമ്മളെ നാഷണൽ പാർക്ക് വരിക, ഇതിലാണ് നമ്മളെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരിക, അതുപോലെ ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ വരിക. എന്താ എക്സിറ്റു കൺസർവേഷൻ? ഒരാൾ വംശനാശം നേരിടാൻ പോകുന്നു, അപ്പോൾ അവരെ ആ സ്ഥലത്ത് നിന്ന് പിടിച്ചിട്ട് നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാണ്. നമ്മളൊരു ചെറിയൊരു ഏരിയയിലേക്ക് അവർ ഒതുക്കി, ഓഫ് സൈറ്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എക്സിറ്റു കൺസർവേഷൻ അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ സുവോളജിക്കൽ പാർക്ക്. അതുപോലെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ പറയാൻ പറ്റും. ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. 2 എക്സാമ്പിളുകൾ അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമ്പിൾ ആണ് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും. എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ചെറിയ സമയങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ? ഇല്ലടാ? അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. അത് ജെനറ്റിക്സ് ആണടാ. അത് നമ്മുടെ അശ്വിനി മിസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. Yes, അപ്പോൾ genetics 1, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ പ്ലാന്റ്സ്
of Snapdragon produced all plants with pink flowers in F1 generation. അതായത് നമ്മൾ സ്നാപ്ഡ്രാഗൺ പ്ലാന്റ്സിൽ നമ്മൾ 2 ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് എന്തൊക്കെയാ റെഡ് ആൻഡ് വൈറ്റ് ഇത് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടിയത് എന്താണ് എല്ലാം പിങ്ക് ഫ്ലവേഴ്സ് ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ജനറ്റിക് ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ത് വിളിക്കും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് വിളിക്കും ഇനി നമ്മളോട് F2 ജനറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയാ വരുന്നത് അതായത് റെഡ് ഇൻടു വൈറ്റ് അല്ലെ ഇത് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതായത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് പിങ്ക് ഫ്ലവേഴ്സ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത് സോ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ജനറേഷൻ അറിയാൻ വേണ്ടിയിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്യണം ദാറ്റ് മീൻസ് ആർ ഇൻടു ആർ സെൽഫിംഗ് ആണ് ഫസ്റ്റ് ജനറേഷന് സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു സോ പ്യൂനറ്റ് സ്ക്വയർ വരച്ചിട്ട് വേണം ഈ ക്രോസ് കാണിക്കാൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഗാമീറ്റ്സ് കൊടുക്കുന്നു ക്രോസ് ചെയ്യുന്നു ക്യാപിറ്റൽ ആർ വന്നാൽ റെഡ് ഫ്ലവേഴ്സ് ആണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ഫ്ലവേഴ്സ് ആണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ഫ്ലവേഴ്സ് ആണ് ആൻഡ് സ്മോൾ ആർ വന്നാൽ അത് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് സോ നമുക്കറിയാം ഇവിടെ ഒരു റെഡ് 2 പിങ്ക് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഫിനോട്ടിപ്പിക് റേഷ്യോ ആയിക്കോട്ടെ ജീനോട്ടിപ്പിക് റേഷ്യോ ആയിക്കോട്ടെ രണ്ടും സെയിം ആണ് ദാറ്റ് മീൻസ് 1:2:1 സെറ്റ് ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൻ ജനറ്റിക് ഡിസോർഡേഴ്സ് are given below identify the given disorders ഒന്നാമത്തേത് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ that affects the clotting of blood അതായത് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നില്ല അത് ഏത് ജനറ്റിക് ഡിസോർഡർ ആണെന്ന ചോദ്യം ആൻസർ നമുക്കറിയാം ഇറ്റ് ഈസ് ഹീമോഫീലിയ എന്താണടാ ഹീമോഫീലിയ ഇതൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് അടുത്തത് the disorder caused by the substitution of glutamic acid by valine at the 6th position of beta globin chain of hemoglobin അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിൻ ഉണ്ടാവില്ലേ അതിൽ 6ാം സ്ഥാനത്ത് ഗ്ലൂട്ടാമിക് ആസിഡിനെ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു വാലിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു സോ ഈ ഒരു ജനറ്റിക് ഡിസോർഡറിനെ നമ്മൾ എന്ത് വിളിക്കും ഇറ്റ് ഈസ് കോൾഡ് ആസ് സിക്കിൾ സെൽ അനീമിയ അല്ലെ സിക്കിൾ സെൽ അനീമിയ ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക നമ്മുടെ ആർബിസിയും ഹീമോഗ്ലോബിനും വളഞ്ഞ് അരിവാൾ രൂപത്തിലാകുന്നു അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻബോൺ എറർ മെറ്റബോളിസം ആൻഡ് എഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്സ് ഫിനൈൽ അലനിൻ ടു ടൈറോസിൻ ഫിനൈൽ അലനിനെ ടൈറോസിൻ ആക്കി മാറ്റുന്ന എൻസൈം ഇല്ല ഇത് ഏത് ജനറ്റിക് ഡിസോർഡർ ആണ് ഫിനൈൽ കീറ്റോന്യൂറിയ എന്താണ് ഫിനൈൽ ketonuria yes next question observe the figure and answer the questions identify the syndromes A and B ഇവിടെ A യും B യും എന്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ആണല്ലേ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ A നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് ഈസ് ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം എന്താണെടാ A എന്ന് പറയുന്നത് ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ആണ് ബി എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് ടേണർ സിൻഡ്രോം ആണ് എന്താണ് ടേണർ സിൻഡ്രോം യെസ് ഇനി എന്താണ് ക്രോമസോം നമ്പർ എയുടെ ക്രോമസോം നമ്പർ എന്താണ് ബിയുടെ ക്രോമസോം നമ്പർ എന്താണെന്ന ചോദ്യം അപ്പൊ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം അല്ലേ എക്സ് വൈക്ക് പകരം XXY കണ്ടീഷൻ അല്ലേ സോ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയാണ് 47 ആണ് ഒരു എക്സ്ട്രാ ക്രോമസോം വന്നു അടുത്തത് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് മോണോസോമി ഓഫ് എക്സ് ക്രോമസോം അല്ലേ XX ൽ എന്ത് കണ്ടീഷനിലേക്ക് നമ്മൾ പോകും ഒരു എക്സ് ക്രോമസോം ഇല്ലെങ്കിൽ എക്സോ കണ്ടീഷനിലേക്ക് പോകും സോ മൊത്തം 45 ക്രോമസോംസ് ആണ് അടുത്തത് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിന്നുള്ള ഒരു ചോദ്യമാണ് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഐഡന്റിഫൈ ദ ഫിഗർ എടാ ഈ ഫിഗർ എന്തിന്റെ ഫിഗർ ആടാ യെസ് ദിസ് ഇസ് ന്യൂക്ലിയോസോം അല്ലേ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്റോൺ കോർ ഇതല്ലേ ഹിസ്റ്റോൺ കോർ എടാ മക്കളെ നോക്കിക്കേ ഇതാണ് ഹിസ്റ്റോൺ കോർ അല്ലേ ഇവിടെ എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട് ടോട്ടൽ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ നമ്മുടെ DNA നെ ലൂസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂക്രോമാറ്റിൻ അല്ലേ അതായത് ലൂസ്ലി പാക്ഡ് DNA അതിനെ വിളിക്കുന്ന പേരാണ് യൂക്രോമാറ്റിൻ ഇനി ടൈറ്റ്ലി പാക്ഡ് DNA നമ്മൾ എന്ത് വിളിക്കും ടൈറ്റ്ലി പാക്ഡ് DNA വിളിക്കുന്ന പേരാണ് ഹെറ്റിറോക്രോമാറ്റിൻ എന്താണ് ഹെറ്റിറോക്രോമാറ്റിൻ അപ്പൊ ഇവിടെ എന്നുള്ള ഒരു പ്രത്യേകത എന്താണ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ളത് യൂക്രോമാറ്റിനും ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത് അത് ഹെറ്ററോക്രോമാറ്റിനുമാണ് സോ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആരാണ് അത് യൂക്രോമാറ്റിൻ ആണ് യെസ് അടുത്ത ക്വസ്റ്റ്യൻ A DNA sequence is provided below അപ്പോൾ നമുക്ക് ഇവിടെ DNA യുടെ സീക്വൻസ് തന്നിട്ടുണ്ട് ഇതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് സോ സിമ്പിൾ ആണ് A ക്ക് പകരം നമ്മൾ എന്ത് എഴുതും T എഴുതും
ജിക്ക് പകരം സി എഴുതും ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് സീക്വൻസ് എഴുതി കൊടുക്കുക കേട്ടോ. നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. DNA ട്രാൻസ്ക്രിപ്ഷനിൽ ഏത് എൻസൈമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? RNA പോളിമറേസ്. ഏതാണടാ? RNA polymerase. അടുത്തത്, what would happen if both the strands of DNA act as templates for transcription? അതായത് നമുക്ക് രണ്ട് DNA സ്ട്രാൻഡ്സ് ഉണ്ട് അല്ലെ, ഈ രണ്ട് സ്ട്രാൻഡ്സും അല്ലെ എന്താണ്, രണ്ട് സ്ട്രാൻഡ്സും എന്താണ്, ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ ഇവർ രണ്ടുപേരും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? RNA പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ രണ്ട് RNA കിട്ടി, അതായത് ഡബിൾ സ്ട്രാൻഡഡ് RNA dsRNA കിട്ടി. dsRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, ഇത് ട്രാൻസ്ലേഷൻ നടക്കുന്നില്ല, ഇനാക്റ്റീവ് ആകും, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നില്ല. സോ നമുക്ക് അങ്ങനെ രണ്ട് DNA സ്ട്രാൻഡ്സും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, ലാക്ടോസ് കാറ്റബോളിസം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇൻ E. coli is given below. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ലാക് ഓപ്പറോൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ P എന്താണെന്ന ചോദ്യം. P എന്ന് പറയുന്നത് പ്രൊമോട്ടർ ആണ്, പ്രൊമോട്ടർ റീജിയൻ. റൈറ്റ് ദ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചറൽ ജീൻസ് Z, Y ആൻഡ് A. അപ്പൊ Z ഉണ്ടാക്കുന്നത് ഏത് എൻസൈം ആണടാ? ദാറ്റ് ഈസ് ഏതാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ്. ഏതാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ്. അടുത്തതാണ് നമ്മുടെ Y സ്ട്രക്ചറൽ ജീൻ ഉണ്ടാക്കുന്നത് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം. ആൻഡ് A ഉണ്ടാക്കുന്നത് എന്താ? ട്രാൻസ് എസറ്റൈലേസ് എന്ന് പറയുന്ന എൻസൈം. ട്രാൻസ് എസറ്റൈലേസ് എന്ന് പറയുന്ന എൻസൈം. ഇനി നമ്മളോടൊരു ചോദ്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഈ ഡയഗ്രാം വരച്ചു കൊടുക്കാൻ. സോ നിങ്ങൾ ഇത് ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ആണെങ്കിൽ നമുക്കറിയാം റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. പക്ഷെ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ റിപ്രസർ പ്രോട്ടീനിനെ ആര് ബൈൻഡ് ചെയ്യും? നമ്മുടെ ലാക്ടോസ് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻസൈംസ് ഫോം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ 4 limbs ഓഫ് മാമൽസ് അനലോഗസ് ഓർഗൻസ് ആണോ ഹോമോലോഗസ് ഓർഗൻസ് ആണോ? നമുക്കറിയാം അത് ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് എവല്യൂഷൻ ആണ്? HDLA. അത് ഡൈവർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത്, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ. ഇത് ഏത് തരം ഓർഗൻ ആണടാ? ഇത് അനലോഗസ് ഓർഗൻസ് ആണ്. അനലോഗസ് ഓർഗൻസ്. ഇത് എന്ത് ടൈപ്പ് എവല്യൂഷൻ ആണ്? ACLA. ദിസ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. എന്താണ്? കൺവേർജന്റ് എവല്യൂഷൻ. ഇതൊരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷന്റെ എക്സാമ്പിൾ അല്ലേ ഡാർവിൻ ഫിഞ്ചസ്? സോ വാട്ട് ഇസ് മെന്റ് ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? നമുക്കൊരു ജോഗ്രഫിക്കൽ ഏരിയ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ആൻസസ്റ്റർ ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? അതായത് ഈ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല റീജിയൻസിലേക്ക്, പല ഹാബിറ്ററ്റിലേക്ക് റേഡിയേറ്റ് ചെയ്തു പോകുന്നു. എന്നിട്ട് അവർ ഓരോരുത്തരും ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ആകുന്നു. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, 2 അതർ എക്സാമ്പിൾസ് അല്ലെ. ഓൾറെഡി നമുക്ക് ഡാർവിൻ ഫിഞ്ചസ് അറിയാം. വേറെ 2 ഏതൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന് നടന്നത് അല്ലെ, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന് നടന്ന റേഡിയേഷൻ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള പ്ലാസെന്റൽ മാമൽസിന് നടന്ന റേഡിയേഷൻ നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, ഡിഫൈൻ Hardy-Weinberg പ്രിൻസിപ്പിൾ. ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് Hardy-Weinberg ഇക്വിലിബ്രിയം. എന്താണ് Hardy-Weinberg പ്രിൻസിപ്പിൾ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു പോപ്പുലേഷന്റെ എലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര ജനറേഷൻസ് മുന്നോട്ടേക്ക് പോയാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് Hardy-Weinberg പ്രിൻസിപ്പിൾ അല്ലെ. ഇതൊരു ഇക്വേഷന്റെ രൂപത്തിലും ചോദിക്കാറുണ്ട്. p² + 2pq + q² is equal to 1. സോ നിങ്ങൾ 2 പഠിച്ചു വെക്കണം കേട്ടോ. ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് Hardy-Weinberg ഇക്വിലിബ്രിയം. സോ ഈ ഒരു കോൺസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 ഫാക്ടേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചത്. എന്തൊക്കെ നമുക്ക് എഴുതാം? ജീൻ ഫ്ലോ അഥവാ ജീൻ മൈഗ്രേഷൻ എഴുതാം. ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാനാണ് ഇവിടെ? യെസ്, ജനറ്റിക് റീകോമ്പിനേഷൻ എഴുതാം അല്ലെ. റീകോമ്പിനേഷൻ എഴുതാം. മ്യൂട്ടേഷൻ എഴുതാം. എന്തെഴുതാം? മ്യൂട്ടേഷൻ എഴുതാം. യെസ്, പിന്നെന്തെഴുതാം? ജനറ്റിക് ഡ്രിഫ്റ്റ് എഴുതാം. സോ 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് പോവുക. കാരണം ഇതെല്ലാം 100% നമ്മുടെ എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്. സോ നമ്മുടെ ഇനി ബോട്ടണി പഠിക്കാം. അപ്പൊ ബോട്ടണിയുടെ ചാപ്റ്റേഴ്സുമായിട്ട് നമ്മുടെ അമൽ സാറും ഗൗതമി മിസ്സും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അവർ വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഇനി ബോട്ടണിയിലെ 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ എക്കോസിസ്റ്റം, ഈ 2 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം.
ഏതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ ഫിഗർ ഗിവൻ ബിലോ ഇൻഡിക്കേറ്റ്സ് എ പിരമിഡ് ഓഫ് എനർജി. വൈ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് ഇൻ പൊസിഷൻ? സ്ഥിരമായിട്ട് എക്കോസിസ്റ്റത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം തരും, ചിലപ്പോൾ ഡയഗ്രാം തരില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്? നമ്മൾ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും എന്ത് സംഭവിക്കും? എനർജി എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സിൽ നിന്നും തൊട്ടടുത്ത് സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും എന്താണ് 10% ഓഫ് എനർജി മാത്രമേ ആ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുള്ളൂ. ഇതാണ് നമ്മുടെ 10% ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10% ലോ കാരണം ഫസ്റ്റ് ട്രോഫിക് ലെവലിലായിരിക്കും മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ എപ്പോഴും എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. 90% എനർജി എന്ന് പറയുന്നത് ആ ട്രോഫിക് ലെവലുള്ളവർക്ക് യൂസ് ചെയ്യാനും ബാക്കിയുള്ളത് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാനും ബാക്കിയുള്ളത് ഹീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ബാക്കി വരുന്ന 10% മാത്രമേ അടുത്ത ലെവലിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ 10,000 ജൂൾസ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ 10% ആയിട്ടുള്ള 1000 ജൂൾ ഓഫ് എനർജി മാത്രമേ തൊട്ടടുത്ത ട്രോഫിക് ലെവലിലായിട്ടുള്ള പ്രൈമറി കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നുള്ളൂ. അതിൻ്റെയും 10% ആയിട്ടുള്ള 100 ജൂൾസ് ഓഫ് എനർജി മാത്രമേ തൊട്ടടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഒരു പിരമിഡ് ഓഫ് എനർജി ഉണ്ടായിരിക്കുക. കാരണം ഒരു ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് 10% ഓഫ് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. ബാക്കിയുള്ള 90% ഓഫ് എനർജി എന്ന് പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ഹീറ്റിൻ്റെ ഫോമിലൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു GPP ആൻഡ് NPP. ഡിഫൈൻ GPP ആൻഡ് NPP. അപ്പോൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയും കൂടി ചെയ്യുക. GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് GPP അല്ലെങ്കിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് എത്രത്തോളം ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത് നമ്മുടെ GPP അല്ലെങ്കിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമാസിന്റെ ആ ഒരു റേറ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടേ വേണം. അവരുടെ റെസ്പിറേഷനും മറ്റുമായിട്ട് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ബാക്കി എത്ര വരുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുക? NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ എത്ര ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൽ നിന്നും റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ച് ബാക്കി എത്ര അവൈലബിൾ ആവുന്നോ അതിനെയാണ് നമ്മൾ NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ ഈസി അല്ലേ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും റെസ്പിറേഷൻ കഴിഞ്ഞ് ബാക്കി എന്താണോ ഉണ്ടാവുന്നത് അതിനെയല്ലേ നമ്മൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ക്യാൻ വി റിലേറ്റ് GPP ആൻഡ് NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്ക് സെറ്റ് ആവും. ഓക്കെ, ഇനി ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. ദ സൈസ് ഓഫ് എ പോപ്പുലേഷൻ ഇസ് നോട്ട് സ്റ്റാറ്റിക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡ്സ് ടു ദ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ? നമുക്കറിയാം പോപ്പുലേഷൻ ഗ്രോത്തിൽ നമുക്ക് കാര്യമായിട്ട് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 4 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നേറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബർത്ത് നടക്കുന്നു അല്ലെ, ഒരു പോപ്പുലേഷൻ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്രത്തോളം ബർത്ത് നടക്കുന്നു, എത്ര ആൾക്കാർ ജനിക്കുന്നു എന്നുള്ളതാണ് നേറ്റാലിറ്റി. അങ്ങനെയാണെങ്കിൽ മോർട്ടാലിറ്റി എന്താണ്? എത്ര ഡെത്ത് നടക്കുന്നു, എത്ര മരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇമ്മിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിക്കുക. ഇമ്മിഗ്രേഷൻ ഇൻസൈഡ് എന്ന് ആലോചിക്കുക. ഉള്ള പോപ്പുലേഷനിലേക്ക് എന്താണ്? പുതിയതായിട്ട് ആൾക്കാർ വരുന്നു, അതാണ് എന്താ? ഇമ്മിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എക്സിറ്റ് എന്ന് ആലോചിക്കുക. ജസ്റ്റ് മനസ്സിൽ ഓർക്കാൻ വേണ്ടി ഒരു കോഡ് പോലെ പറയാണ്. എക്സിറ്റ് എന്ന് ആലോചിക്കുക, അതായത് ഉള്ള പോപ്പുലേഷനിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, അതാണ് എന്താ? എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ? ഒരു പോപ്പുലേഷനിലുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ പോപ്പുലേഷനിലെ ഓർഗാനിസംസിന്റെ എണ്ണം കുറയണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നടക്കാം. ഒന്നെങ്കിൽ എന്താണ്? ഉള്ള ആൾക്കാർ അവിടെ അവർക്ക് ഡെത്ത് സംഭവിക്കുന്നു അല്ലെ, ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കണം, അതല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അവിടെ നിന്നും പുറത്തേക്ക് പോകണം. ഈ 2 കാര്യങ്ങൾ നടന്നാലല്ലേ നമ്പർ കുറയുള്ളൂ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഡെത്ത് നടക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? മോർട്ടാലിറ്റി ആയിരിക്കും. പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എക്സിറ്റ് എന്താണ്? എമിഗ്രേഷൻ. സോ മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി നേരെ തിരിച്ച്
ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കൂടണമെന്നുണ്ടെങ്കിൽ ജനനം നടക്കണം, ബർത്ത് നടക്കണം, നേറ്റാലിറ്റി വേണം, അതേപോലെ തന്നെ ആൾക്കാർ ഉള്ളിലേക്ക് വരണം, ഇമിഗ്രേഷൻ. അപ്പോൾ അതായിരിക്കും ആൻസർ. പക്ഷേ ഇവിടെ നമ്മൾ ഡിക്രീസ് ചോദിച്ചുകൊണ്ട് മോർട്ടാലിറ്റിയും എമിഗ്രേഷനുമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Yes, next question, very important. എന്താണ്? Given below is a table which shows interspecific interactions of populations. We assigned plus for beneficial and minus for detrimental and 0 for neutral interaction. Fill in the blanks. Population interaction എന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചോദ്യം ചോദിച്ചിരിക്കും ഉറപ്പായിട്ടും. അത് ടേബിളിന്റെ ഫോമിലായിരിക്കാം, അതല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, പല രീതിയിൽ ചോദിക്കാം. പക്ഷേ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്ലസും മൈനസും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലസ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആണ്, മൈനസ് എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്, 0 എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ന്യൂട്രൽ ഇന്ററാക്ഷൻ ആണെങ്കിൽ ആ ഇന്ററാക്ഷന്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസും മൈനസും എന്താണ്? പാരസൈറ്റിസം ആണ്. പാരസൈറ്റിസം ആവാം, പ്രെഡേഷനും ആവാം. അതിലും എന്താണ്? ഒരു സ്പീഷീസിന് ബെനിഫിഷ്യൽ ആണ്, മറ്റേ ആൾക്ക് ഹാംഫുൾ ആണ്. രണ്ടുപേർക്കും ഹാംഫുൾ ആണ്. മൈനസ് ആണെങ്കിൽ എന്താണ്? ഏതാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്? യെസ്, ഏതാണ്? കോമ്പറ്റീഷൻ ആയിരിക്കും. യെസ്, കോമ്പറ്റീഷൻ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്ലസ് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആണെങ്കിൽ അത്തരത്തിലുള്ള പോപ്പുലേഷൻ ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇനി ഒരാൾക്ക് ബെനിഫിഷ്യലും മറ്റേ ആൾക്ക് ന്യൂട്രലും, അതായത് ഒരാൾക്ക് ഗുണമുണ്ട്, മറ്റേ ആൾക്ക് പ്രത്യേകിച്ച് ഗുണമില്ല, പ്രത്യേകിച്ച് ദോഷമില്ല, അല്ലേ? നെയ്തർ ബെനിഫിഷ്യൽ നോർ ഹാംഫുൾ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. കമൻസാലിസം, അല്ലെ? കമൻസാലിസം. ഇനി അത് കഴിഞ്ഞ് ഒരാൾക്ക് എന്താണ്? ഒരാൾക്ക് ഹാംഫുൾ ആണ്, മറ്റേ ആൾക്ക് എന്താണ്? ന്യൂട്രൽ ആണ്, പ്രത്യേകിച്ച് ഗുണവും ഇല്ല, പ്രത്യേകിച്ച് ദോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോപ്പുലേഷൻ ഇന്ററാക്ഷൻ നമ്മൾ എന്ത് പറയും? അമെൻസാലിസം എന്ന് പറയും. അപ്പൊ ഇത് ഓർക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ. ഇത്ര ആലോചിക്കാനുള്ളൂ. അതായത് ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് 0. അപ്പൊ നമ്മളിങ്ങനെ കമോൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്, അല്ലേ? കമോൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അപ്പൊ കമൻസാലിസം എന്ന് ആലോചിക്കുക. ഇനി മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അമ്മേ എന്ന് എപ്പോഴാണ് വിളിക്കുക? നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, അല്ലേ? അമ്മേ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ. അപ്പോൾ ആ പ്രശ്നം, പ്രോബ്ലം, നെഗറ്റീവ്. അപ്പോൾ അതെന്താണ്? അമെൻസാലിസം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ബോട്ടണിയിലെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറ് വരുന്നുണ്ട്. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബോട്ടണിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സെക്സ്വൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഏറ്റവും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഇവിടെ ഡിഫൈൻ പോളിനേഷൻ എന്ന് ചോദിക്കാനായിട്ടുണ്ട്, അല്ലേ? ഈ പോളിനേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ആന്തറിൽ നിന്ന് ആ പോളെങ്കിലും നേരെ പറന്നു പോയിട്ട് ആ സ്റ്റിഗ്മയിലേക്ക് ഇന്ന പരിപാടിയുടെ പേരാണെന്ത്? പോളിനേഷൻ. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഞാൻ സാധനം എഴുതി വെച്ചോളുക. പോളൻഗ്രൈൻ്റെ ട്രാവലിംഗ് ആണെന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ഇനി ഇവിടെ ചോദിച്ചേക്കാണ് കൈൻഡ് ഓഫ് പോളിനേഷൻ ഇവിടെ വന്നേക്കണം. നമ്മുടെ ഇത് ഉണ്ടാവും, ഓട്ടോഗമി, ജിയനോഗമി, സീനോഗമി എന്ന് പറഞ്ഞു. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഒരു പ്ലാന്റിൽ, ആ ഒരു പ്ലാന്റിൽ തന്നെ വൺ ഫ്ലവറിൽ 2 റിപ്രൊഡക്റ്റീവ് ഓർഗൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഓട്ടോഗമി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പോളിനേഷൻ ആയിരിക്കും സെൽഫ് പോളിനേഷൻ ആയിരിക്കും, അല്ലേ? ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിരിക്കുമോ അതോ ജനറ്റിക്കലി സിമിലർ ആയിരിക്കുമോ? ഒറ്റ പേരന്റിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ജനറ്റിക്കലി സിമിലർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. യെസ്. ഇനി അടുത്താണ് ജിയനോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് 1 പ്ലാന്റ് ആണ്, ബട്ട് 2 ഫ്ലവർ ഉണ്ട്. 2 ഫ്ലവറിൽ 1 മെയിലും ആയിരിക്കും ആൻഡ് 1 ഈസ് ഫീമെയിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായി പോലെ. അപ്പോൾ അവിടെ നടക്കുന്ന പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ക്രോസ് പോളിനേഷൻ ആയിരിക്കും. ക്രോസ് പോളിനേഷൻ നടക്കുന്നു. അവിടെയും ഒറ്റ ഒരു പ്ലാന്റിൽ തന്നെ ഈ കാര്യമായിട്ട് നടക്കുന്നതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കാൻ കാര്യം? ജനറ്റിക്കലി സിമിലർ ഓർഗാനിസം ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ജനറ്റിക്കലി സിമിലർ ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. ഇനി ലാസ്റ്റ് ആണ് നമ്മുടെ സീനോഗമി എന്ന് പറഞ്ഞത്. ഇവിടെ 2 പ്ലാന്റ് ഉണ്ട്. 1 ഈസ് മെയിൽ ആൻഡ് 1 ഈസ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ അവിടെ എന്തായാലും ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന പോളിനേഷൻ എന്ത് പോളിനേഷനാ? ക്രോസ് പോളിനേഷൻ ആണ്. ഇനി അവിടെ കിട്ടുന്ന നമ്മുടെ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിരിക്കും. കാരണം എന്താ? അവർ 2 പേര് 2 പ്ലാന്റ് ആയതുകൊണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ഒരു ഓർഗാനിസം നമുക്ക് കിട്ടാനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യമായിരിക്കും ടൈപ്സ് ഓഫ് പോളിനേഷൻ വരുന്ന ചോദ്യമായിരിക്കും. പോളിനേഷൻ ഇസ് എ മെക്കാനിസം സീൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഡിഫൈൻ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ കാര്യം പറഞ്ഞാൽ മതി. ഇനി ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിലെ വിൻഡിൻ്റെയും
നോക്കിയോ, ഇവിടെ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ വിൻഡിൻ്റെ, ആൻഡ് ഇവിടെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ, ആൻഡ് ഇവിടെ ഇൻസെക്റ്റ്. ഇതിൻ്റെ എല്ലാം ഓരോ അഡാപ്റ്റേഷൻസ് എഴുതാനായിട്ട് പറയും. എപ്പോഴും ചോദിക്കാറുള്ളത് 2 അഡാപ്റ്റേഷൻ എഴുതുക എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറായിട്ടുള്ളത് അല്ലേ. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. വിൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പോളൻ ഗ്രെയിൻ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോളുക. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന കാര്യമാണ് നോൺ സ്റ്റിക്കി ആയിരിക്കും, അതായത് ഒരു സ്ഥലത്തും പറന്ന് പിടിച്ച് ഒരു ഇരിക്കാനായിട്ട് പാടില്ല, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അത് വേറൊരു കാര്യമാണ്. യെസ്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിഗ്മ, എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കണം. അങ്ങനെ ഓരോരോ പോയിന്റുകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ സിംഗിൾ ഓവ്യൂൾസ് ആയിരിക്കും ഉള്ളത്, ആൻഡ് ഒരു അട്രാക്റ്റീവ് കളേഴ്സ് ഉണ്ടാവില്ല, ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ഇതൊക്കെ വിൻഡിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇനി വാട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഇവർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു പോളൻ ഗ്രെയിന് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഒരു റിബൺ ഷേപ്ഡ് ആയിരിക്കും അവിടെ പോളൻ ഗ്രെയിൻ, റിബൺ ഷേപ്ഡ് പോളൻ ഗ്രെയിൻ ആയിരിക്കും. ആൻഡ് ഇവിടെയും കളർ കാണൂല, ആൻഡ് സ്മെല്ല് കാണൂല, ഇങ്ങനെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കില്ല എന്നുള്ള എല്ലാം വാട്ടറിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇനി നമ്മൾ ഇൻസെക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് വരും. അതായത് ഇവിടെ സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക, അതിന് നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ഉണ്ടാകും, അതിന്റെ അട്രാക്റ്റീവ് സ്മെല്ല് ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ആൻഡ് ഓൾസോ പിന്നെ നെക്ടേഴ്സിന്റെ സ്പെസൻസ് ഉണ്ടാവും, ഹണീസ് ഉണ്ടാകും. ഇതെല്ലാം ഇൻസെക്ട് പോളിനേഷന്റെ പ്രത്യേകതകളെന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പോളിനേഷന്റെ ചോദ്യം ചോദിക്കാതിരിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി ഈ ചാപ്റ്ററിൽ ചോദിച്ചാൽ അടുത്ത് ചോദിക്കുന്ന ചാൻസ് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എംബ്രിയോ സാക്കിന് സ്ട്രക്ചർ തരും. എന്നിട്ട് ഇത് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നോക്കണം. അപ്പം നോക്കിയോ, ഇതേതാ ആന്റിപോഡൽ സെൽസ് ആണ് ഈ സംഭവം. ഇവിടെ 3 പേരുള്ളത്. ആൻഡ് സെൻറ്ററിലുള്ളതാണ് നമ്മുടെ പോളാർ ന്യൂക്ലിയൈ എന്ന് നമുക്കറിയാം, പോളാർ ന്യൂക്ലിയൻ്റെ സ്ട്രക്ചറാണ്. ആൻഡ് ഇവിടെ കാണുന്നത് എഗ് അപ്പാരറ്റസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് കാണാം, ആൻഡ് 2 സൈനേർഗിഡ്സ് കാണാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്തോളുക. ഇനി ഓൾറെഡി ഇവിടെ ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഇത് മൈക്രോപൈലർ എൻഡ് ആണ്. ഇനി ഇവിടേക്കാണ് പോളൻ ട്യൂബ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഈ ഗൈഡിങ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ആൻഡ് ഇതിന്റെ ഇൻസൈഡിൽ വെച്ചിട്ട് നടക്കുന്ന ഓരോ പ്രോസസ്സുകളും, സൈഗോട്ട് ഉണ്ടാവുന്നതും ആൻഡ് എൻഡോസ്പോം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ ആ ഒരു ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇറ്റ്സ് ഗൈഡിങ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് എന്നുള്ള കാര്യം ഓർത്തോളുക. ഇനി നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്നുള്ളൊരു ചോദ്യമാണ്. ദ ഡിസ്കവറി ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇസ് കൺസിഡർഡ് ആസ് മൈൽസ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡിസ്കവർഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പറഞ്ഞാൽ ഹിൻഡ് 2 അല്ലേ. ഈ ഹിൻഡ് 2 ആണ് അവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് കണ്ടുപിടിച്ചൊരു സാധനം എന്ന് അറിയണം. ആൻഡ് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ചോദിച്ചാണ്. എങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു പേര് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുക, ഈക്വളൈ RY13 എന്ന് പറഞ്ഞൊരു സ്ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് ഈ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു പേര് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കണം ഇ, ആൻഡ് ഈ സ്പീഷീസ് നെയിമിന്റെ 2 ലെറ്റർ എടുക്കണം ഈക്കോ, ആൻഡ് ഏത് സ്ട്രെയിൻ ആണോ അതിന്റെ ആദ്യത്തെ ലെറ്റർ എടുക്കുക, ആൻഡ് എത്രാമത്തെ എൻസൈം ആണോ അത് കൊടുക്കുക. അപ്പോൾ നോക്കി ഈക്കോ R1 എന്നൊരു പേര് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും പേരുകൾ കൊടുക്കുന്നത്. ആ ഒരു ജീനസ് നെയിമിന്റെ ഫസ്റ്റ് വാക്കും ആൻഡ് സ്പീഷീസ് നെയിമിന്റെ 2 വാക്കും ആൻഡ് ഏത് സ്ട്രെയിൻ ആണോ പിന്നെ എത്രാമത്തെ എൻസൈം ആണോ എന്നുള്ള കാര്യം വെച്ചിട്ടാണ് നമ്മൾ അവിടെ നെയിമിംഗ് കൊടുക്കാൻ പോകുന്നത്. നെയിമിംഗ് പഠിക്കാതെ പോവരുത്. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ഡയഗ്രം തരും. ഈ ഡയഗ്രം എന്നിട്ട് ഇത് ഏതാണ് ഈ പ്രോസസ് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇതാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം അറിയാലോ. യെസ്. ഇനി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ഇൻ RDNA ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ പർപ്പസ് പറയുന്നത്? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി അടുത്തത് വാട്ട് ഇസ് ദ നെയിം ഓഫ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ പറഞ്ഞാൽ ടാക് പോളിമറൈസ് എൻസൈം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തോളുക. ഇനി ചിലപ്പോൾ ഈ ചിത്രം തന്നിട്ട് ഇവിടെയുള്ള 3 സ്റ്റെപ്പുകൾ ഏതാ ചോദിക്കാം. ഏതൊക്കെയാ? ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ എന്നൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സ്റ്റെപ്പുകളോട് നമ്മൾ അറിഞ്ഞിരിക്കണം മസ്റ്റായിട്ടും. യെസ്. ഇനി അടുത്തത് ഗിവൺ അടുത്തൊരു ഡയഗ്രം വെച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. നമ്മുടെ ഈ ജെൽ ഇലക്ട്രോഫോറസിസ് ഏതാണ്? ഈ പരിപാടി എന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേഷൻ ഓഫ് നോക്കിയാൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് ഇൻ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. ഈ DNA ഫ്രാഗ്മെന്റ്സിനെ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി നെയിം ദ സ്റ്റെയിൻ. ഇവിടെ ഏത് സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് കാണാൻ പറ്റുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അറിയണം എഥീഡിയം ബ്രോമൈഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എഥീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് മാത്രം കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു UV ലൈറ്റിൽ എക്സ്പോർ ചെയ്യാൻ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളൂ ഇത് കാണാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ദെൻ ഹൗ ഡസ് സ്ട്രക്ചർ പ്രോ ഇൻസുലിൻ ഡിഫർ ഫ്രം മച്യൂർ ഇൻസുലിൻ എന്നൊരു ചോദ്യം വരാം. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ ആണ്. ഒന്നും വേണ്ട, ഒരു പ്രോ ഇൻസുലിൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻസുലിനിൽ C പെപ്റ്റൈഡ് ഉണ്ടാവും എന്ന് ഓർക്കുക. C പെപ്റ്റൈഡ് ഇവിടെ ഉണ്ട്. C പെപ്റ്റൈഡ് പ്രസന്റ് ആണെന്നുള്ള ഓർത്താൽ മതി ഇതിൽ.
പക്ഷേ ഒരു മച്വർ ഇൻസുലിൻ ആകുമ്പോൾ ആ മച്വറൽ ഇൻസുലിന് ഒരു കാരണവശാലും സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല. സി പെപ്റ്റൈഡ് ഈസ് ആബ്സെന്റ് എന്ന് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്കും കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. BT cotton is an example of genetically engineered plant. Name the gene responsible for BT toxin production. പറഞ്ഞാൽ ക്രൈ ജീൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്രൈ ജീൻ അല്ലെ, അതായത് നമ്മുടെ ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിനകത്ത് ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഒരു സെക്കൻഡ്. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവരുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ജീനുണ്ട്, ടോക്സിക് ജീനുണ്ട്. അതിൻ്റെ പേരാണ് ക്രൈ ജീൻ എന്ന് നമ്മൾ പറയും. ഈ ക്രൈ ജീൻ നമ്മൾ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് നേരെ നമ്മളൊരു വെക്ടറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു വെക്ടർ നമ്മുടെ അഗ്രോ ബാക്ടീരിയൻ തുമ്മി ഫിഷിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ക്രൈ ജീൻ എടുത്തു, ടോക്സിക് ജീനാണ്, അതെടുത്ത് വെക്ടറിലേക്ക് വെച്ചിട്ട് നേരെ എന്ത് ചെയ്യാണ്? നമ്മൾ പ്ലാന്റിലേക്ക് കൊടുക്കുകയാണ്. പ്ലാന്റിൽ പക്ഷേ ഈ സാധനം ടോക്സിക് ആയിട്ട് വരില്ല. ബിക്കോസ് ഇവർ ഇൻസെക്റ്റിൻ്റെ ഗട്ടിലുള്ള ഒരു ആൽക്കലൈൻ pH മാത്രമേ ഈ പറഞ്ഞ ടോക്സിൻ ആക്റ്റീവ് ആകുള്ള ഇൻസെക്റ്റ് ചത്തുപോകും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് എൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റെഡി അല്ലേ? സെറ്റ് അല്ലേ?